മഹാരാജാസിൽ നടന്നത് അതിക്രൂരമായ ആക്രമണമെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. ക്യാമ്പസിന് വെളിയിൽ നിന്ന് വന്ന ഫ്രറ്റേണിറ്റി KSU പ്രവർത്തകരും വിദ്യാർത്ഥികളല്ലാത്തവരും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്നും അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന് സമാനമായി SFI പ്രവർത്തകരെ കൊലപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും ആർഷോ പറഞ്ഞു. പരിശീലനം ലഭിച്ച ക്രിമിനലുകളാണ് ആക്രമണം നടത്തിയതെന്നും KSUവും ഫ്രറ്റേണിറ്റിയും സമാനതയില്ലാത്ത സഖ്യമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കുന്നതെന്നും ആർഷോ ആരോപിച്ചു. അങ്ങേയറ്റം ഞെട്ടിക്കുന്ന നിലയിൽ അതിക്രൂരമായിട്ടാണ് ഇന്നലെ മഹാരാജാസ് കോളേജിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ ആക്രമിക്കപ്പെട്ടത്. ക്യാമ്പസിൽ MG സർവകലാശാലയുടെ നാടകോത്സവം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന SFIയുടെ യൂണിറ്റ് സെക്രട്ടറി നാസർ, അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അശ്വതി എന്നീ വിദ്യാർത്ഥികളെ ക്യാമ്പസിന് വെളിയിൽ നിന്നും രാത്രി ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറിയ KSUവിൻ്റെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും പ്രവർത്തകർ, അവരോടൊപ്പം ക്യാമ്പസിന് പുറത്തുള്ള വിദ്യാർത്ഥികളല്ലാത്ത ചില ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. രാത്രി ക്യാമ്പസിനകത്ത് മാരകായുധങ്ങളുമായി കടന്നു കയറി അതിക്രൂരമായി ആക്രമിക്കുന്ന, കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. 2018 ഇതുപോലെ ഒരു രാത്രി സമയത്താണ് മഹാരാജാസ് കോളേജിനകത്ത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ചു കയറി അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത്. അന്ന് അർജുൻ അതിമാരകമായിട്ട് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. സമാനമായ നിലയിൽ വീണ്ടും ക്യാമ്പസിലെ SFIയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുക, SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ സംഘം കടന്നു വന്നത്. വളരെ ആസൂത്രിതമായി കൃത്യമായ ട്രെയിനിങ് ലഭിച്ച ക്രിമിനലുകളെ പോലെയാണ് അവർ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്.